ഏതാ? വയസ്സായ മനുഷ്യരാണ്. ഒരു തരത്തിലുള്ള വരും. ഞാൻ 6 മാസം കൂടിയിട്ട് അമ്പലത്തിൽ വന്നത്. തൊഴാൻ വന്നത്. സത്യമായിട്ടും അതെ. ചുമ്മാ നല്ല ഭംഗിയായിട്ട് കിടന്ന ഏതാണ്ട് സാധനം കൊണ്ടൊന്ന് കുത്തി അവിടെ ഇങ്ങോട്ടുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ്. കല്ല് കുത്തി കുത്തി ഞാൻ ഇങ്ങനെ തെന്നി എത്ര പ്രാവശ്യം എന്നിട്ട് നമ്മളെ കൊണ്ട് ചുമക്കാൻ പറ്റുമോ? ഞങ്ങൾ കിടന്ന് വിഷമിക്കുക. എന്നിട്ട് കിടന്ന് അതെ അതെ ഞാൻ കണ്ടു. കാട് അമ്പലം എന്ന് പറയുന്നത് ഒന്നും വരാൻ പറ്റില്ല. ഒന്നുമില്ല. 2 അമ്പലത്തിന്റെ എങ്കിലും അല്ലേ പിന്നെ അതെ അമ്പലം കിടന്ന ഇത് കുത്തി പൊളിച്ചപ്പോ അതിന്റെ ബാക്കി കൂടി ഇങ്ങനെ പൊളിച്ചു. എന്നിട്ട് മഴ പെയ്യുമ്പോ ഇതെല്ലാം മണ്ണൊഴുകിയിട്ട് കല്ലെല്ലാം പൊങ്ങി വരും. മുഴുവൻ മണ്ണം ഒഴുകി പോവാ. എന്നിട്ട് കല്ലെല്ലാം അത് തന്നെയല്ല മുഴുവൻ കാട് റോഡിന്റെ സൈഡ് മുഴുവൻ. ഈ ഒരു പറമ്പ് ഈ വീട്ടുകാരാണെങ്കിൽ അവര് തെളിക്കേ ഇല്ല. മറ്റുള്ളവർക്ക് അത് അവര് കയ്യാലേ വെക്കുകയല്ല, തെളിക്കേ ഇല്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവിനല്ലൂരാണ്. ഇന്ന് നമ്മുടെ കോതകുളങ്ങരക്കാവ് ഭഗവതി ക്ഷേത്രത്തില് 100 പാരം സർപ്പപൂജ നടക്കുന്നുണ്ട്. അത് വർഷത്തിലൊന്നാണ് നടക്കുന്നത്. നമുക്ക് ആ ക്ഷേത്രത്തിലെ അവിടുത്തെ പൂജകളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തേക്കുള്ള റോഡ്, 100 കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കാണുക. ഇതുവരെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു റോഡാണ്. നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ടെമ്പിൾ റോഡ്, ചന്ദനത്തിൽപ്പടി തൃക്കയിൽ റോഡ്, നീളം 8.8 കിലോമീറ്റർ, വീതി 3 മീറ്റർ. 1 കിലോമീറ്റർ താഴെയുള്ള റോഡിൻ്റെ അവസ്ഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പം എന്നിട്ട് ഇവിടെ ബോർഡുണ്ട്, കോതകുളങ്ങരക്കാവ് ഭഗവതി ക്ഷേത്രം. ഇതിൻ്റെ റോഡിൻ്റെ സൈഡ് മുഴുവൻ കാട് പിടിച്ച് ഇത് കണ്ടു. ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ഈ റോഡിൻ്റെ അവസ്ഥ എന്തുമാത്രം ഇതാന്ന് നോക്കിയേ. 100 കണക്കിന് ആൾക്കാർ ഈ ക്ഷേത്രത്തിലെ ഉത്സവവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴത്തേന് എത്തി. കുറച്ച് ഭാഗം ഇവിടുത്തെ നാട്ടുകാർ തന്നെ തെളിച്ചെന്നാണ് പറഞ്ഞത്. കണ്ട് ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നത്. രാത്രിയിലൊക്കെ ഇതിലെ പോകുമ്പോഴത്തെ അവസ്ഥയെന്ന് പറയാം. അപ്പം നമുക്ക് ആദ്യം വഴിയൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡാണ് ഇരവിനല്ലൂർ കോതകുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നമുക്കറിയാം പാറയ്ക്കക്കടവിന് പോകുന്ന വഴിക്കാനാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തിരിയുന്നത്. നിങ്ങളെ ഞാൻ കാണിച്ചായിരുന്നു. ഏറെക്കുറെ 1 കിലോമീറ്റർ താഴെയുള്ള നിരവധി ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ്. കുറച്ചൊക്കെ നാട്ടുകാർ തെളിച്ച്, എന്നാലും ഒരു വിധത്തിലും വാഹനവുമായിട്ട് 2 വീലറുമായിട്ട് കയറിപ്പോകാൻ പറ്റുവരാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾക്ക് കാണാം റോഡ് സൈഡിലെ കാട്. ഇതിലേക്ക് എങ്ങനെ ആൾക്കാർ നടന്നു പോകും? രാത്രി ആയാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഇവിടെ ഈ വളവിൻ്റെ അവിടെയൊക്കെ അതുപോലെ പോയി കിടക്കുന്നുണ്ട്. ഇവിടെ നാട്ടുകാരെവിടെയുണ്ട് കുഴി അടച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളവർ നിരവധി ആൾക്കാർ മിക്ക ദിവസം പരാതിയാണ്. ഒരു ഓട്ടോ പോലും വിളിച്ചാൽ അവിടെ കയറത്തില്ല. ഇനി ഈ വഴിയോട്ട് ആരും ഈ ക്ഷേത്രത്തിന് അങ്ങോട്ടാന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. ഇത് കണ്ടോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വഴി ഇതുപോലെ കിടന്നാൽ എങ്ങനെ വണ്ടിക്കാർ കയറി വരും? ഇത് കണ്ടോ, നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നതെന്ന് ഓർത്തോണം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നമ്മളെത്തി. ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നതാണ് കോതകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഉണ്ടോ ക്ഷേത്രത്തിൻ്റെ മുൻവശം കിടക്കുന്ന ഇവിടെ എല്ലാം എന്താണ് പറയുന്നത്, ഒരു ടിപ്പർ വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ആടെ വണ്ടി തന്നെയാണ്. ഇരവിനല്ലൂർ SNDP ശാഖയുടെ സെക്രട്ടറി അജിയുടെ വണ്ടിയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു മുട്ടമുക്കാൽ റോഡുകൾ മാന്തിയിട്ടേച്ച് 1.5 വർഷം കണ്ടായി. ഇത് ഒരു വഴി കൂടെ നടന്നു പോകാൻ മേല, അതുപോലത്തെ അവസ്ഥയാണ് ഈ റോഡിന്റെ. തീർച്ചയായിട്ടും സാധാരണ പല പഞ്ചായത്തുകളിലും ഇതിന്റെ ഫണ്ട് ഇങ്ങനെയാണ് നമ്മുടെ അറിവ്. അതായത് ഈ പൊളിക്കുന്നതിന്റെയും പൊളിച്ചു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഫണ്ട് ശേഖരിച്ചതിന് ശേഷമാണ് മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നത് അറിവ്. ഈ പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്നാണേലും ഒരു മനുഷ്യൻ ഒരു മേലാഴിക വന്ന് കിടപ്പയിൽ കിടന്നു കഴിഞ്ഞാൽ തലച്ചുമട എടുത്തുകൊണ്ട് പോവാ. കസേര വെച്ച ഈടെ ഈ ലക്ഷം വീട് ഭാഗത്തൊക്കെ എടുത്തുകൊണ്ട് പോയെ. അതായത് ഒറ്റ വഴിയില്ല, മണ്ണ് മുഴുവൻ കുത്തി ഒഴുകി ഇതുപോലെ പാത്തി പോലെ ആയി കിടക്കുക.
ഈ ഇത്രയും കാലങ്ങളായിട്ട് ഈ വർഷം 5 വർഷമായിട്ട് യാതൊരു ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ഒന്നും ചെയ്തിട്ടില്ല. ഈ പൊളിച്ചതിന്റെ അവർ ദൈവം ഇത് ചെയ്തു തരുന്നുണ്ട്. പിന്നെ അതെ അതെ, അത് കോൺക്രീറ്റ് ചെയ്ത് ഏതാണ്ട് നിസ്സാര മാസങ്ങളായ വഴികൾ എത്രയാണ് പൊളിച്ചു കളഞ്ഞ് ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇത് വെള്ളവുമില്ല, വഴിയില്ല അവസ്ഥയായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള വെള്ളവും വഴിയും വെളിച്ചമാണ്. ഇത് മൂന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇത് ജനത്തിന്റെ രോദനമാണെന്ന് കരുതുക. ആയിക്കോട്ടെ. ഏതാ വയസ്സായ മനുഷ്യരാണ്. ഒരു തരത്തിലില്ല വരും. ഞാൻ 6 മാസം കൂടിയിട്ട് അമ്പലത്തിൽ വന്നത്. ഇതില് പോരാൻ മേല, നടന്നു പോകാൻ പോലും മേലാത്ത അവസ്ഥ. പ്രായം ഞാൻ പറഞ്ഞില്ലേ 6 മാസം കൂട്ടിട്ടാ ഞാൻ അമ്പലത്തിലൊന്നും തൊഴാൻ വന്നത്. സത്യമായിട്ടും അതെ. ചുമ്മാ നല്ല ഭംഗിയായിട്ട് കിടന്ന ഏതാണ്ട് ഒരു സാധനം കൊണ്ടൊന്ന് കുത്തി അവിടെ നിങ്ങോട്ടുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ്. കല്ല് കുത്തി ഞാൻ ഇങ്ങനെ തെന്നി എത്ര പ്രാവശ്യം വീണത്. നമ്മളെ കൊണ്ട് ചുമക്കാൻ പറ്റുമോ? ഞങ്ങൾ കിടന്ന് വിഷമിക്കുക എന്നിട്ട് കിടന്ന്. അതെ ഞാൻ കണ്ടു. കാട് അമ്പലം എന്ന് പറയുന്നത് ഒന്നും വരാൻ പറ്റില്ല. റോഡുകൾ പോലും ഒന്നുമില്ല, 2 അമ്പലത്തിന്റെ എങ്കിലും അല്ലേ കിടന്ന ഇത് കുത്തി പൊളിച്ചപ്പോ അതിന്റെ ബാക്കി ഇങ്ങനെ പൊളിച്ചു. എന്നിട്ട് മഴ പെയ്യുമ്പോ ഇതെല്ലാം മണ്ണൊഴുകിയിട്ട് കല്ലെല്ലാം പൊങ്ങി വരും. മുഴുവൻ മണ്ണം ഒഴുകി പോവാ. അത് തന്നെയല്ല, മുഴുവൻ കാട് റോഡിന്റെ സൈഡ് മുഴുവൻ. ഈ ഒരു പറമ്പ് ഈ വീട്ടുകാരാണെങ്കിൽ അവര് തെളിക്കുകയില്ല. മറ്റുള്ളവർക്ക് അത് അവര് കയ്യാലേ വെക്കുകയല്ല, തെളിക്കുകയില്ല. ഇപ്പൊ മറ്റുള്ളവർക്ക് അത് ഭയങ്കര വിഷമമായിട്ട്. മുട്ട പാമ്പ് ഇവിടെ എത്രയും പാമ്പാ, മൂർഖം പാമ്പാ. ഈ റോഡൊന്നല്ല, മെയിൻ റോഡിന്റെ സൈഡ് പോലും തെളിക്കാറില്ല. ഇല്ല. പിന്നെ ഇപ്പൊ ഒരു മിഷ്യൻ കൊണ്ടുവന്നിട്ട് 2 മെഷീൻ ഉണ്ട് പഞ്ചായത്തിൽ. പഞ്ചായത്ത് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ വന്ന് വെട്ടണ്ട്. അതെന്നാ അവർക്ക് ഇഷ്ടമുള്ളടത്തായിരിക്കും ചെയ്യുന്നത്. എന്നാലും ഈ വാർഡിൽ ചെയ്യുന്നില്ല. കഷ്ടമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് ഈ വാർഡെന്നുള്ളതല്ല, ഒരു വണ്ടി ഇറക്കാൻ മേല. ഞങ്ങൾ 14, 15 ഒന്നും ഒരു വാർഡിൽ ഒരു പരിപാടി നടക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ വോട്ടിന് മാത്രം വരിക. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് ഇരവനല്ലൂർ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഭദ്രകാളി ക്ഷേത്രമാണ് കോതകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ഉപദേവതമാർ യക്ഷിയമ്മ, സർപ്പപ്രതിഷ്ഠയുണ്ട്, വെളിച്ചപ്പാട്, ഭുവനേശ്വരി ദേവി. ഇവിടുത്തെ 10-ാം ഉദയം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ മീനപ്പരണി മഹോത്സവമുണ്ട്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജയെന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന സർപ്പപൂജയാണ്. സർപ്പത്തിന് 100 പാലും. ധാരാളം ഭക്തജനങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ തിരുമേനിയോട് ഇന്നത്തെ പൂജയുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. തിരുമേനി നമസ്കാരം. ഈ സർപ്പപൂജ ഇത് എങ്ങനെയാ, വർഷത്തിലോ എങ്ങനെയാ അതിൻ്റെ കാര്യങ്ങൾ? വർഷത്തിലാണ് ഇവിടെ വാർഷിക സർപ്പപൂജ 100 പാലുമായിട്ട് നടത്തണം അല്ലേ? സർപ്പപ്രീതിക്കായിട്ട് നമ്മൾ എല്ലാ മാസത്തിലും 1000 പൂജയായിട്ടാണ് നടത്തുന്നത്. വർഷത്തിൽ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 100 പാലും സർപ്പപൂജയായിട്ടാണ്. ഉദ്ദിഷ്ടകാര്യങ്ങൾക്കും രാഹുർദോഷ നിവാരണത്തിനും ബാക്കി എല്ലാ ദോഷങ്ങൾക്കും വളരെ അത്യുത്തമമാണ് 100 പാലും വഴിപാടായി നടത്തുന്നത്. ശരി, നമുക്കിനി മനോഹരമായ ഈ ക്ഷേത്രം മുഴുവനൊന്ന് കാണാം.
തളിയിടല്ലേ എൻ്റെ ദൈവമേ അപ്പുറം ഞാൻ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ തിരുമേനി കിട്ടിയോ? ഈ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെ ആവശ്യമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡൊന്ന് ശരിയാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെയും ഇവിടെ വന്ന ഭക്തജനങ്ങളുടെയും പ്രതികരണം ഒന്നറിയാം. അല്ല, വഴി എങ്ങനെയുണ്ടോ? വഴിയുടെ അവസ്ഥ ആ അല്ലാതെ പോയി കിടക്കുക അല്ലേ? നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസിലേക്കല്ല, നമ്മുടെ വീടിൻ്റെ അവിടെ ഇങ്ങോട്ട് കയറി വരുന്നടേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെയേറെ മോശമായിട്ട് കിടക്കും. നമ്മൾ ഒരു വിധത്തിന് വണ്ടിയായിട്ട് പോരാൻ മേലാത്ത വിധത്തിൽ കിടക്കല്ലേ? നിങ്ങൾ പരാതിയെല്ലാം കൊടുത്തല്ലേ? എന്നിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? മറ്റുള്ള വാർഡിലൊക്കെ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ വരുമായിരിക്കും, ചെയ്യുമായിരിക്കും. ഒട്ടും അങ്ങോട്ടുള്ള വഴിയോ അതും ഇതുപോലെ തന്നെ കിടക്കുക. ഈ പൈപ്പ് പുറകെ വശം എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? കിടക്കുക അതുപോലെ സാറിന് എല്ലായിടം പോയി കിടക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു ക്ഷേത്രത്തിലോട്ടൊക്കെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. കവലിക്ക് പോണ്ടേ? നമസ്കാരം. നമ്മുടെ ഈ ക്ഷേത്രത്തിലോട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേന് വഴി തീരെ മോശമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മളതിന് പരാതി വല്ലതും അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? വഴി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഇതിലൊരു പരാതി കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ നമ്പരും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇപ്പം ഫണ്ടില്ല, ഒരു 9,000 രൂപ തരാം, നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ മോശമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചപ്പോൾ 30,000 രൂപകളാവും. ചെയ്തു വരുമ്പോൾ ഒത്തിരി പൈസയാവും. അപ്പോൾ അത് കാരണം നമ്മളത് വേണ്ടെന്ന്. ആരും ഇങ്ങോട്ട് ഒന്നും മെയിൻ്റനൻസ് വർക്ക് ആരും നോക്കുന്നില്ല. ഇല്ലല്ലോ, ഒരുപാട് വർഷമായി തോന്നി ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ? ഈ പൈപ്പിന്റെ ജലനിധി പൈപ്പിന്റെ ഇതിന് കുഴിച്ചത് അതാണ് ഇത്ര മോശമായിട്ട്. എന്നിട്ട് അവർ ചുമ്മാ JCB ഒന്ന് മൂടിയേച്ച് പോയി. മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചൊലിച്ച് അത് ഓട പോലെയായി കുഴിയായിട്ട്. അങ്ങനെയുണ്ട്. അത് തന്നെയല്ല, 2 സൈഡിലും കാട് നിന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട അവിടെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ മൊത്തം കാട് അത് കുറച്ച് വെട്ടിക്കളഞ്ഞു. ഇപ്പൊ ഈ വാർഡിലെ മെമ്പറോടൊക്കെ എല്ലാവരും പരാതി പറഞ്ഞല്ലോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. മെമ്പറോടൊക്കെ പറഞ്ഞാണ്, മെമ്പറൊന്നും ഇങ്ങോട്ട് വരുന്ന പോകുന്നില്ല. ശരിയാണ്. എല്ലാ തലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്ത് മെമ്പറോടും എല്ലാം. ഇതൊരു ഇപ്പം തുടങ്ങിയതല്ല, ഒരു 1.5-2 വർഷമായിട്ട് ഇവർക്ക് എല്ലാവരും എല്ലാ സമയത്തും ആൾക്കാർ വരുന്നൊരു വഴിയാണ്. 4 വഴികളുണ്ട്. ഞാൻ കയറി വന്നപ്പം കണ്ടത് 4 വഴിയും ഗതാഗത യോഗ്യമാണ്. അമ്പലത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വഴികളാണ് എല്ലാം. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷയെ പോലും വരാൻ പറ്റും, സ്കൂട്ടറെ പോലും വരാൻ പറ്റാതെ. അതിപ്പോൾ ഇതിനകത്ത് അടിയന്തരമായിട്ട് പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് പുതുപ്പള്ളി MLA ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് MLAയുടെ ഫണ്ടിൽ നിന്ന് ഈ വഴികളെല്ലാം നന്നാക്കണം. ചാണ്ടിയമ്മൻ്റെ പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആയിക്കോട്ടെ, ശരി. നമുക്കിനി ക്ഷേത്രത്തിന് അങ്ങോട്ട് വന്ന വഴിയുടെ ബാക്കി കാണാം. ഇത് ഇരവന്നല്ലൂർ ജംഗ്ഷനിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോടു കൂടിയാണ് ഈ റോഡ് വരുന്നത്. ഉണ്ടോ? റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. ജലജീവൻ മിഷൻ്റെ പൈപ്പിന് വേണ്ടി വെട്ടിപ്പൊളിച്ചതാണ്. വർഷം 3-4 ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടിപ്പൊളിച്ചപ്പോഴത്തന്നെ
ചുമ്മാതെ അവരൊന്നും JCB കൊണ്ടൊന്ന് മൂടിയിട്ടിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം ചെറിയ രീതിയിലൊരു മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഒന്ന് വാഹനം കൊണ്ടെങ്കിലും പോകാമായിരുന്നു. നമ്മളിപ്പം തൃക്കയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അന്നൊക്കെ ആൾക്കാർ വന്നപ്പോഴെല്ലാം പരാതി പറഞ്ഞത് ഈ ഒരു വഴിയുടെ കാര്യമാണ്. ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ഈ കുറച്ച് ഭാഗങ്ങൾ ഈ അടുത്ത കാലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വാതിൽ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ 2 ക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ധാരാളം നൂറുകണക്കിന് ആൾക്കാർ ദിനം പ്രതി സഞ്ചരിക്കുന്ന, അവർക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് ആൾക്കാരുടെ പ്രതികരണം കണ്ടില്ലേ, ഒരു വിധത്തിലും വാഹനങ്ങൾ പോലും കടന്നു പോകാൻ മേലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തര നടപടി തന്നെ എടുക്കണം. കാരണം ഇതൊരു നാടിന്റെ ആവശ്യമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ്.